ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, സഭാപ്രസംഗൻ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവചന സത്യങ്ങൾ പഠിക്കുവാനും താല്പര്യമുള്ളവർക്കും ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്നവർക്കും വേണ്ടി തയ്യാറാക്കിയത്. എല്ലാവരും ഈ വചനഭാഗം കേട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വചനഭാഗത്തിലേക്ക് പോകാം. ചോദ്യം 1. ഏത് ഹീബ്രു പദത്തിൻ്റെ ഏകദേശ തർജ്ജിമയാണ് സഭാപ്രസംഗൻ? ഉത്തരം ഹേ ഹൊലാത്ത്. 2. ദാവീദിൻ്റെ പുത്രനും ജെറുസലേമിൻ്റെ രാജാവും എന്ന് തന്നെ പരിചയപ്പെടുത്തിയത് ആര്? ഉത്തരം സഭാപ്രസംഗൻ അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ. 3. തലമുറകൾ വരുന്നു പോകുന്നു, എന്താണ് എന്നേക്കും നിലനിൽക്കുന്നത്? ഉത്തരം ഭൂമി. 1:4. ചോദ്യം 4. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും എന്താണെന്നാണ് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം മിഥ്യയും പാഴ്വേലയും. വാക്യം 1:4. 5. സഭാപ്രസംഗൻ 1:5 പ്രകാരം എന്താണ് അസാധ്യം? ഉത്തരം ഇല്ലാത്തത് എണ്ണുക. 6. ജ്ഞാനമേറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉത്തരം ദുഃഖം കൂടുന്നു. 7. അറിവ് വർദ്ധിക്കുമ്പോൾ എന്ത് വർദ്ധിക്കുന്നു? ഉത്തരം വ്യസനവും വർദ്ധിക്കുന്നു. വാക്യം 1:8. ചോദ്യം 8. എന്ത് മിഥ്യയാണെന്നാണ് സഭാപ്രസംഗൻ 2:1 പറയുന്നത്? ഉത്തരം സുഖഭോഗങ്ങൾ. 9. ജെറുസലേമിൽ തൻ്റെ മുൻഗാമികളെക്കാൾ ഉന്നതനും മഹാനുമായി തീർന്നപ്പോഴും സഭാപ്രസംഗൻ അകന്നു പോകാതിരുന്നത് എന്തിൽ നിന്നും? ഉത്തരം ജ്ഞാനത്തിൽ നിന്നും. 2:9. ചോദ്യം 10. താൻ ഉണ്ടാക്കിയവയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും നിരൂപണം ചെയ്ത സഭാപ്രസംഗൻ എന്താണ് മനസ്സിലാക്കിയത്? ഉത്തരം എല്ലാം മിഥ്യയും പാഴ്വേലയും. വാക്യം 2:11. ചോദ്യം 11. പ്രകാശം അന്ധകാരത്തെ എന്നതുപോലെ ജ്ഞാനം എന്തിനെ അതിശയിക്കുന്നു? ഉത്തരം പോഷത്വത്തെ. 2:13. ചോദ്യം 12. ആരാണ് വിസ്മൃതരാകുന്നത്? ഉത്തരം ജ്ഞാനിയും പോഷനും. വാക്യം 2:16. 13. സൂര്യന് കീഴെ ചെയ്ത എല്ലാ അധ്വാനങ്ങളും സഭാപ്രസംഗൻ വെറുക്കാൻ കാരണം? ഉത്തരം അവയുടെ ഫലം തൻ്റെ പിൻഗാമികൾക്ക് വിട്ടുപോകേണ്ടതുകൊണ്ട്. വാക്യം 2:18. ചോദ്യം 14. സഭാപ്രസംഗൻ സൂര്യന് കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിൽ നിന്നും പിന്മാറിയതെങ്ങനെ? ഉത്തരം മനസ്സ് കെട്ട്. 2:20. 15. എന്താണ് ദൈവകരങ്ങളിൽ നിന്നാണെന്ന് സഭാപ്രസംഗൻ ഗ്രഹിച്ചത്? ഉത്തരം സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നത്. വാക്യം 2:24. 16. ആർക്കാണ് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത്? ഉത്തരം തന്നെ പ്രസാദിപ്പിക്കുന്നവന്. വാക്യം 2:26. ചോദ്യം 17. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരു അവസരമുണ്ട് എന്ന് സഭാപ്രസംഗൻ പറയുന്ന അധ്യായവും വാക്യവും പറയുക. ഉത്തരം സഭാപ്രസംഗൻ 3-ാം അധ്യായം 2 മുതൽ 8 വരെ. ചോദ്യം 18. മനുഷ്യ മനസ്സിൽ കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള എന്താണെന്ന് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്? ഉത്തരം ബോധം. 3:11. 3:1. 19. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്യന്തം ഗ്രഹിക്കാൻ ആർക്കാണ് കഴിയുന്നില്ല? ഉത്തരം മനുഷ്യന്. 20. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ആരുടെ ദാനമാണ്? ഉത്തരം ദൈവത്തിൻ്റെ. വാക്യം 3:13. 21. ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം എന്താണെന്നാണ് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം ശാശ്വതം. 3:14. ചോദ്യം 22. നീതി പുലരേണ്ടടുത്ത് തിന്മ കുടികൊള്ളുന്നത് കണ്ടത് എവിടെ? ഉത്തരം ന്യായപീഠത്തിൽ. വാക്യം 3:16. 23. ആരുടെയെല്ലാം ഗതി ഒന്ന് തന്നെ എന്നാണ് സഭാപ്രസംഗൻ 3:18 പറയുന്നത്? ഉത്തരം മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും. 24. മനുഷ്യൻ്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിൻ്റെത് താഴെ മണ്ണിലേക്കും പോകുന്നുവോ? ആർക്കറിയാം? ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഏത് ഗ്രന്ഥത്തിൽ? അധ്യായവും വാക്യവും പറയുക. ഉത്തരം സഭാപ്രസംഗൻ 3:21. ചോദ്യം 25. എന്താണ് മനുഷ്യന് മെച്ചം?
ഉത്തരം തൻ്റെ പ്രവൃത്തികൾ ആസ്വദിക്കുക. 3:22. ചോദ്യം 26. ജീവിച്ചിരിക്കുന്നവരേക്കാൾ ഭാഗ്യവാന്മാർ ആരാണ്? ഉത്തരം മരിച്ചുപോയവർ. 4:2. ചോദ്യം 27. എല്ലാ അധ്വാനവും എല്ലാ വൈവിധ്യവും മനുഷ്യരുടെ എന്തിൻ്റെ ഫലമാണെന്നാണ് സഭാപ്രസംഗകൻ ഗ്രഹിച്ചത്? ഉത്തരം പരസ്പര സ്പർദ്ധയുടെ. വാക്യം 4:4. 28. ഭോഷൻ എങ്ങനെയാണ് ക്ഷയിക്കുന്നത്? ഉത്തരം കയ്യും കെട്ടിയിരുന്ന്. വാക്യം 4:5. 29. ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമം എന്താണ്? ഉത്തരം ഒരു പിടി സ്വസ്ഥത. വാക്യം 4:6. 30. ആരുടെ അധ്വാനത്തിന് അറുതിയില്ല, ധനം എത്രയായാലും അവനും മതി വരുന്നില്ല. ആരെക്കുറിച്ചാണ് സഭാപ്രസംഗകൻ 4:8 പറയുന്നത്? ഉത്തരം പുത്രനോ സഹോദരനോ ഇല്ലാത്തവനെക്കുറിച്ച്. 31. ആരാണ് ഒരാളെക്കാളും മെച്ചം? ഉത്തരം 2 പേർ. ചോദ്യം 32. ആരാണ് വീണാൽ താങ്ങാൻ ആരുമില്ലാത്തത്? ഉത്തരം ഒറ്റയ്ക്കിരിക്കുന്നവൻ. വാക്യം 4:10. 38. എന്താണ് വേഗം പൊട്ടുകയില്ലാത്തത്? ഉത്തരം മുപ്പിരി ചരട്. വാക്യം 4:12. ചോദ്യം 34. ഉപദേശം സ്വീകരിക്കുന്ന വിഡ്ഢിയും ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം ആരാണ്? ഉത്തരം നിർധനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. 4:13. 35. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കുക എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സൂക്ഷ്മതയുള്ളവനായിരിക്കുക. വാക്യം 5:1. 36. എന്താണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം? ഉത്തരം ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ്. വാക്യം 5:1. ചോദ്യം 37. താങ്കൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരാണ് അറിയാത്തത്? ഉത്തരം ഭോഷന്മാർ. 38. എവിടെ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത് എന്നാണ് സഭാപ്രസംഗകൻ 5:2 പറയുന്നത്? ഉത്തരം ദൈവസന്നിധിയിൽ. 39. ആകുലതയേറുമ്പോൾ എന്തു കൂടുന്നു? ഉത്തരം ദുസ്വപ്നങ്ങൾ. 5:3. ചോദ്യം 40. ദൈവത്തിന് നേർച്ച നേർന്നാൽ എന്തിന് താമസിക്കരുത്? ഉത്തരം നിറവേറ്റാൻ. 5:4. 41. നേർന്നിട്ട് നിറവേറ്റാതിരിക്കുന്നതിനേക്കാൾ ഭേദം എന്താണ്? ഉത്തരം നേരാതിരിക്കുന്നത്. 5:5. 42. നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. തെറ്റുപറ്റിയെന്ന് ആരോട് പറയാൻ ഇടയാവരുത്? ഉത്തരം ദൂതനോട്. വാക്യം 5:6. 43. ആർക്കാണ് ദ്രവ്യം കൊണ്ട് തൃപ്തി വരാത്തത്? ഉത്തരം ദ്രവ്യാഗ്രഹിക്കേ. 5:6. 44. ആരാണ് ധനം കൊണ്ട് തൃപ്തി അടയാത്തത്? ഉത്തരം ധനമോഹി. 5:10. 45. അധ്വാനിക്കുന്നവന് എന്ത് ലഭിക്കുന്നു? ഉത്തരം സുഖനിദ്ര. 5:12. 46. ആരാണ് തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നത്? ഉത്തരം ധനികൻ. 5:13. 47. ദൈവദത്തമായ ഈ ജീവിതം മനുഷ്യൻ തിന്നും കുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിയുന്നതാണ് എന്ത് എന്ന് സഭാപ്രസംഗകൻ 5:18 പറയുന്നത്? ഉത്തരം ഉത്തമവും യോഗ്യവും. 48. എന്താണ് ദൈവത്തിൻ്റെ ദാനം? ഉത്തരം അധ്വാനഫലം ആസ്വദിക്കുക. വാക്യം 5:19. 49. ഉദരപൂരണത്തിന് മനുഷ്യൻ്റെ അധ്വാനം മുഴുവനും. എങ്കിലും എന്താണ് മനുഷ്യന് അടങ്ങാത്തത്? ഉത്തരം വിശപ്പ്. 6:7. 50. മറ്റുള്ളവരുടെ മുമ്പിൽ ചമഞ്ഞു നടക്കുന്നത് കൊണ്ട് ആർക്കാണ് നേട്ടമില്ലാത്തത്? ഉത്തരം ദരിദ്രനും. 6:8. 51. സങ്കല്പത്തിൽ അലയുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഉത്തരം കൺമുൻപിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നത്. 6:9. ചോദ്യം 52. മനുഷ്യജീവിതം എങ്ങനെയാണ് കടന്നു പോകുന്നത്? ഉത്തരം നിഴൽ പോലെ. വാക്യം 6:12.
53. എന്ത് കൂടുമ്പോഴാണ് പൊള്ള വാക്കുകൾ വർദ്ധിക്കുന്നത്? ഉത്തരം ദുസ്വപ്നങ്ങൾ. 54. വാക്കുകളുടെ പെരുപ്പം എന്തിൻ്റെ പെരുപ്പം എന്നാണ് സഭാപ്രസംഗകൻ 6:10 പറയുന്നത്? ഉത്തരം മിഥ്യയുടെ. 55. ബൈബിളിലെ എത്രാമത്തെ പുസ്തകമാണ് സഭാപ്രസംഗകൻ? ഉത്തരം 25-ാമത്തെ. ഇത്രയും നേരം നിങ്ങൾ ഈ വചനഭാഗം ശ്രവിച്ചതിന് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി.